ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലത്തെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ലൈൻ ബൈ ലൈനുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു സെക്ഷനിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. പോരാത്തതിന് നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പോരാത്തതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ചാപ്റ്റേഴ്സിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ സമ്മറീസ് നിങ്ങൾ റിവിഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഷോർട്സ് സെക്ഷനിലും അതേപോലെ തന്നെ പ്ലേലിസ്റ്റിലും സെയിം ഷോർട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോട്ട്സ് ആക്കിയിട്ട് എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. Dave was trying to list out the events in the early life of Helen Keller, but is not able to put them in order. Read the passage once again and help him write the following in the correct order. അപ്പോൾ ഹെലൻ്റെ ലൈഫിലുള്ള കുറച്ച് ഇൻസിഡൻസ് ആണ് ഓർഡർ തെറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർഡർ തെറ്റി കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇതിൻ്റെ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ആദ്യത്തെ കുട്ടിയായിരുന്നു എന്നൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ദ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിങ് ദ ബേബി. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പേര് നല്ല അടിപൊളിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നല്ല ചൂട് പിടിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള നെയിമിനെ കുറിച്ചും അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഹെലൻ ലേൺഡ് ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ സംസാരിക്കാനും വേർഡ്സ് പറയാനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹെലൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വാട്ടർ എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കെയിം എ ഇയർ ഓൾഡ്. ഒരു വയസ്സായപ്പോഴേക്കും അവൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? നടക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹെലൻ ഫെല്ലിൽ. അപ്പോൾ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അവൾക്ക് അസുഖം ബാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഓർഡർ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വരുന്നത് ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ ഫോർ ദ പാസേജ്. യു മേ ഓൾസോ ഗീവ് വൺ ഓഫ് യുവർ ഓൺ. അപ്പോൾ കുറച്ച് കുറച്ച് ടൈറ്റിൽസ് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ക്വസ്റ്റ് ഫോർ എ നെയിം, അൺഫോൾഡിങ് ഗ്രീവ്, സീസൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ള തലക്കെട്ടിന് പകരമായിട്ട് ഈ ഹെഡിങ്സ് കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. ദ ക്വസ്റ്റ് ഫോർ എ നെയിം, പേരിന് വേണ്ടിയുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു അന്വേഷണം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അൺഫോൾഡിങ് ഗ്രീഫ്, ആ വിഷമത്തിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പുറത്തേക്ക് വരിക എന്നുള്ളൊരു മീനിങ്. സീസൺസ്, ഒരുപാട് സീസൺസിനെ കുറിച്ച് പറയുന്നുണ്ട് ചാപ്റ്റർ അല്ലേ. പല പല സീസൺസ് കടന്നുപോയി. അങ്ങനെ എല്ലാ സീസൺസും ഒരു വട്ടം കടന്നു പോയതിനു ശേഷം, അതായത് ഒരു വയസ്സായതിനു ശേഷം, ഒരു വർഷത്തിന് ശേഷമാണ് ആൾക്ക് അസുഖം ബാധിക്കുന്നത് എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സീസൺസ് എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേറൊരു പേര് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ടൈറ്റിലൊക്കെ കണ്ടുപിടിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്, തടസ്സങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യുക, തകർത്തുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളൊരു മീനിങ്ങുള്ള ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ടൈറ്റിൽ കണ്ടുപിടിക്കുക കേട്ടോ, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. ദ സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്, റൈറ്റ് ദ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൻ ബിലോ. അപ്പോൾ കുറച്ച് സീസൺസ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് ആണ്. അതിൽ ആളെന്നെ പറയുന്നുണ്ട് ഈ സ്പ്രിംഗ് സീസൺ ഇങ്ങനെയാണ്, സമ്മർ ഇങ്ങനെയാണ്, ഓട്ടം ഇങ്ങനെയാണ്, വിൻ്റർ ഇങ്ങനെയാണെന്ന് ആളെന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പ്രിങ്ങിനെ കുറിച്ച് ആളെന്താണ് പറയുന്നത്? ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗ് മെലോഡിയസ് സോങ്സ്. ഇത് ടെക്സ്റ്റിലെ ഉള്ള സെയിം ലൈനാണ് നമ്മൾ എടുത്ത് എഴുതിയിട്ടുള്ളൂ. നമ്മുടേതായിട്ടുള്ള ഗസ് ചെയ്ത് പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്തത് സമ്മറിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടമിനെ കുറിച്ച് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിൻ്ററിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ്. വിൻ്ററിൻ്റെ ഒക്കെ പകുതി ആയപ്പോഴേക്കും വയ്യാണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടെക്സ്റ്റത്തെ സെയിം ലൈൻസ് ആണ് നമ്മളിവിടെ എടുത്തിട്ട് എഴുതേണ്ടതായിട്ട് വരുള്ളൂ. അടുത്തത് ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏതൊക്കെ സീസൺസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. അപ്പോൾ ഏതൊക്കെ ഇന്ത്യയിലുള്ള സീസൺസ് എന്ന് പറയുന്നത് വിൻ്റർ, സമ്മർ, മൺസൂൺ ആൻഡ് ഓട്ടം ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ആ സീസൺസ് ഓർത്ത് വയ്ക്കുക. ഇവിടെ എക്സ്ട്രാ വരുന്നത് മൺസൂൺ സീസണാണ്. വിൻ്റർ, സമ്മർ, മൺസൂൺ, ഓട്ടം, ഈ 4 സീസൺസാണ് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് വരുന്നത്. അപ്പോൾ 4 സീസൺസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് തന്നെ അറിയാം. വിൻ്റർ എങ്ങനെയാണ്, സമ്മർ എങ്ങനെയാണ്, മൺസൂണാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കാത്തൊരു സീസൺ വരുന്നുള്ളൂ. മൺസൂണിനെ കുറിച്ച് നമുക്ക് മറ്റുള്ള ഏത് സീസണേക്കാട്ടിലും വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലത്തെ ഈ 4 സീസൺസിനെ കുറിച്ചുള്ള ആ ഒരു അറിവ് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പിക്ചേഴ്സ് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കളക്ട് ചെയ്യുക കേട്ടോ.
ഇനി അടുത്തത് വരുന്നത് ഇമാജിൻ യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലർസ് മദർ കേറ്റ് കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? ഹെലൻ കെല്ലറിൻ്റെ അമ്മയുടെ അടുത്ത്, കേറ്റ് കെല്ലറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടറായിട്ട് അവരുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ചോദിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു 4-5 തന്നിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ നിങ്ങളുടേതായ ഐഡിയയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ വൺ ഓഫ് യുവർ ഹാപ്പിയസ്റ്റ് മെമ്മറീസ് വിത്ത് ഹെലൻ. ഹെലനുമായിട്ടുള്ള നിങ്ങളുടെ കുറച്ച് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കാം നമുക്ക്. ഹൗ ഡിഡ് യു ഫീൽ വെൻ ഹെലൻസ് ഇൽനെസ് വാസ് ഡയഗ്നൈസ്ഡ്? ഹെലൻ ഇങ്ങനെ വയ്യായി ഉണ്ട്, അസുഖം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, രോഗം നിർണ്ണയം നടത്തി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തത്? വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ഹെർ? അപ്പോൾ അവളെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ചാലഞ്ചായിട്ട് തോന്നിയൊരു കാര്യം എന്തായിരുന്നു? ഹൗ ഡു യു ഫിംഗർ സ്പെൽഡ് ദ സൈൻ ആൽഫബറ്റ് ഇൻ ടു ഹെലൻസ് ഹാൻഡ് ടു ടീച്ചർ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഹെലൻ്റെ കാഴ്ചയ്ക്കൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഫിംഗർ സ്പെല്ല് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വിരൽ വെച്ച് ഫിംഗർ സ്പെല്ല് എങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ആൽഫബറ്റ്സ്, സൈൻ ആൽഫബറ്റ് നമുക്കറിയാമല്ലോ, കണ്ണ് കാണാൻ കാഴ്ച പ്രശ്നമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ ആൽഫബറ്റ് എങ്ങനെയായിരുന്നു നിങ്ങൾ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്? വാട്ട് ഇസ് ദ മോസ്റ്റ് ഇംപ്രസീവ് ക്വാളിറ്റി ഓഫ് ഹെലൻ? ഇപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള ഇത് അവളുടെ നല്ലൊരു ക്വാളിറ്റിയാണെന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള എന്ത് ക്വാളിറ്റിയാണ് ഹെലനിൽ അമ്മ കാണുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അവരുടെ അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അസുഖം വരുന്നതിന് മുന്നേയുള്ള കുട്ടിക്കാലത്തിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ച് പ്രായം എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. അങ്ങനെ എന്ത് കാര്യങ്ങളും വേണമെങ്കിലും നമുക്ക് ആളടുത്ത് ചോദിക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. കൂടുതൽ വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്